പാലായിൽ ജോസ് കെ മാണി 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എൻ ജയരാജും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും പറയുന്നത്. പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും വിജയം ഉറപ്പാണെന്നും ജയരാജും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷമായിരുന്നു ഇരുവരും 24-നോട് സംസാരിച്ചത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ്. എന്തായാലും LDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ട് എത്തിയിരിക്കുന്ന രണ്ട് കേരള കോൺഗ്രസിന്റെ MLA-മാരാണ്. ഒരാൾ ചീഫ് വിപ്പാണ്, ഒരാൾ ഇപ്പോഴത്തെ നിലവിലത്തെ MLA ആണ്. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും നമ്മുടെ ജയരാജ് സാറും. രണ്ടുപേരോട് ആദ്യം ചോദിക്കട്ടെ. ആദ്യമേ കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജ് സാർ എങ്ങനെ ജയിക്കുമോ? സുനിശ്ചിത വിജയമല്ലേ, സംശയം തന്നെ. ഉറപ്പാണ്. ഒരാൾക്കും സംശയമില്ല. ജയരാജ് സാറിന്റെ ഭൂരിപക്ഷം എത്രയാണ്? പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 400,000 എത്തും. പൂഞ്ഞാറിൽ എങ്ങനെയാണ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ഇത്തവണ? ഈ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ യഥാർത്ഥം ഇപ്പോഴും ജയിച്ച സ്ഥാനാർത്ഥിയാണ്. പിന്നെ വോട്ടെണ്ണുക എന്നുള്ളൊരു പ്രക്രിയ സ്വാഭാവികമാണ്. അത് മാത്രം എണ്ണി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഭൂരിപക്ഷം കിട്ടും. ഈ ജനകീയ വിഷയങ്ങളിലൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കാലത്ത് കൃത്യമായി ഇടപെടാൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം രണ്ടുപേർക്കും ഉണ്ടോ? 100%. ഒരു കാര്യം, ഈ കോട്ടയം ജില്ലാ വികസന സമിതിയിൽ കൃത്യമായി പങ്കെടുക്കുന്ന 2 MLA-മാരിൽ ഞങ്ങൾ രണ്ടുപേരും കൃത്യമായി പങ്കെടുത്തിരിക്കും. കാരണം അത്രമാത്രം നമ്മൾ ഇടപെടുന്നുണ്ട്. എല്ലാ കാര്യത്തിനും കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്, റിവ്യൂ ചെയ്യാറുണ്ട്, ഇടപെടാറുണ്ട്. പൂഞ്ഞാറിനെ സംബന്ധിച്ച് ഈ അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടാതെയാണ് കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കടന്നുപോയത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പൂഞ്ഞാർ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. 2 പഞ്ചായത്തിൻ്റെ ജീവനാഡിയും നിത്യേന 100 കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു. ഏതാണ്ട് 25 വർഷമായിട്ട് ആ റോഡ് തകർന്നു കിടക്കായിരുന്നു. 1 2 അല്ല, 25 വർഷം. ഞാൻ വന്ന ഒരു കൊല്ലത്തിനകം അത് റീടാർ ചെയ്ത് BMBC ആക്കി. അതുപോലെ പട്ടയ പ്രശ്നം പൂഞ്ഞാറിൻ്റെ ഏറ്റവും വലിയ ജനകീയ വിഷയമാണ്. വന്യജീവി ആക്രമണം. അവിടുത്തെ കാടും വന്യജീവിയൊന്നും ഇപ്പോൾ പൊട്ടി മുളച്ചതല്ല, കാലങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്. അതിൻ്റെ ദുരിതം ജനങ്ങൾ പേർക്കൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല, നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല, നല്ല പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നില്ല, നല്ല ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല. എല്ലാ സർക്കാർ സംവിധാനവും ഒരു ജീർണാവസ്ഥയുടെ ഒരു പ്രതീകമായിരുന്നു പൂഞ്ഞാർ. അതിൽ തിരുത്തലുണ്ടായി. ശക്തരായിട്ടുള്ള എതിർ സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ PC ജോർജ് ഉണ്ട്, ഇവിടെ ജോർജ് കുര്യനുണ്ട്, കേന്ദ്രമന്ത്രിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ, ടെൻഷൻ ഉണ്ടോ? എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ, ഞാനെപ്പോഴും പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഏവരും ഉറ്റുനോക്കുന്നത്, ജോസ് കെ മാണി പാലയിൽ ജയിക്കുമോ? നിങ്ങളുടെ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ ആദ്യം ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുള്ള ഒരാൾ ജോസ് കെ മാണി ആയിരിക്കും. ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. 2 ജനകീയരായിട്ടുള്ള നേതാക്കളാണ്. അവർ രണ്ടുപേരും അടുത്തടുത്ത മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. എന്തായാലും അവർ വിജയിക്കും, ജോസ് കെ മാണിയും വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.